ഹലോ ഗായ്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് കക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചൊരു കക്ക റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമുക്ക് കക്ക റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിലേക്ക് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇടാം. കുരുമുളക് പൊടി എന്ന് പറയാൻ നമ്മൾ കുരുമുളക് വാങ്ങിയത് കല്ലിലിട്ട് ചതച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കുന്ന ടൈമിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള റെഡിയാക്കി വെക്കാം. അങ്ങനെ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നമ്മൾ കല്ലിലിട്ട് ചതച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വേപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അങ്ങനെ ചൂടായി വന്നപ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്തിട്ട് കറി വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കൊത്തിടുന്നത്. പിന്നെ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോഴേക്കും നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങൾ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഇടാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുന്നുണ്ട്. ഇനി ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. പച്ചമുളക് ഇങ്ങനെ ചതച്ചിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എരിവും ഉണ്ടാകും, ഒരു ടേസ്റ്റുമാണ് അതിന്. നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരണം. ഇപ്പം എണ്ണ കുറവാണ്, നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പച്ചമുളക് ഇട്ടുകൊണ്ട് നല്ലൊരു എരിവുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കഴിയാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ. നമ്മുടെ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കേട്ടോ. വേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇടാം. അപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കക്ക വെന്ത് കഴിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റണം. വെള്ളം വറ്റാൻ വേണ്ടി നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ വെള്ളം വറ്റുന്നുണ്ട്, പയ്യാണ് വറ്റണത്. വെള്ളം വറ്റിയതിന് ശേഷം നമ്മുടെ സൂപ്പർ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ കക്ക റോസ്റ്റ് സൂപ്പറായിട്ടുണ്ട്, നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ.